ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏത്തപ്പഴവും കോഴിമുട്ടയും കൂടി ചേർത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ഗീ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 5 കശുവണ്ടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതിലേക്കൊരു 10 കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. കിസ്മിസ് പാകത്തിനാകുമ്പോഴേക്കും നമുക്കിതിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കായിരിക്കുള്ളൂ ഇത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ മുട്ട ഒന്ന് ചിക്കിയെടുക്കണം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്ക് ഐറ്റമാണിത്. ഇത് മിക്കവരും തന്നെ വീട്ടിൽ ചെയ്യുന്ന ആയിരിക്കും. ഇതിനെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നിറം മാറാതെ തന്നെ ഒരുവിധം വഴറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു പാകത്തിന് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ഏത്തപ്പഴം അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഏത്തപ്പഴം ഞാനിവിടെ എടുത്തത് നന്നായിട്ട് പഴുത്തിരിക്കുന്നതാണ്. ഇത്രയും പഴുപ്പിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തു പോയെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോവും. അപ്പോൾ അധികം പഴുക്കാത്തതാണെങ്കിൽ നല്ല കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. അപ്പോൾ മിക്കവരും പറയുന്നുണ്ട് മെസ്സേജ് വരുന്നില്ല എന്നുള്ളത്. അത് ബെൽ ഐക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. പഞ്ചസാര ചേർത്ത് പൊടിക്കുമ്പോൾ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴം നന്നായിട്ട് പഴുത്തത് കൊണ്ടാണ് ശരിക്കും ഉടഞ്ഞ് പോവും. അപ്പോൾ അധികം പഴുക്കാത്ത പഴം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ചിക്കിയതും കശുവണ്ടിയും കിസ്മിസും വഴറ്റി വെച്ചതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.